മദ്യം പ്രോത്സാഹിപ്പിച്ച സർക്കാർ ബെവ്കോ നിർമ്മിക്കുന്ന മദ്യത്തിന് പേരും ലോഗോയും നിർദ്ദേശിക്കുന്നവർക്ക് പാരിതോഷികം പ്രഖ്യാപിച്ചു. പാലക്കാട് മലബാർ ഡിസ്റ്റിലറീസ് ലിമിറ്റഡിൽ നിർമ്മിക്കുന്ന ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യത്തിനാണ് പേര് ക്ഷണിച്ചത്. വിജയികൾക്ക് 10,000 രൂപയാണ് പാരിതോഷികം നൽകുക. പുതുവത്സരം പ്രമാണിച്ച ബാറുകൾക്ക് നാളെ രാത്രി 12 മണിവരെ പ്രവർത്തിക്കാനും സർക്കാർ അനുമതി നൽകി. സനിസ ശോഭാചന്ദ്രൻ വിവരങ്ങൾ നൽകും. സനിസ, ഈ പാരിതോഷികം പ്രഖ്യാപിച്ചും അതുപോലെ തന്നെ നാളെ ബാറുകൾക്ക് കൂടുതൽ സമയം തുറക്കാൻ അനുവദിച്ചുമൊക്കെ മദ്യവിൽപ്പന പ്രോത്സാഹിപ്പിക്കുകയല്ലേ സർക്കാർ ചെയ്യുന്നത്? അതേ ദിവ്യ, ഈ പുതുവത്സരം കഴിഞ്ഞ് അതിനുശേഷം ഈ പുതുവത്സരത്തിൽ എത്രത്തോളം മദ്യം മലയാളികൾ കുടിച്ചു വറ്റിച്ചു എന്ന കണക്ക് വരുമ്പോൾ മിക്കവാറും എല്ലാവരും ഞെട്ടുമെന്ന് തന്നെയാണ് പറയാൻ കഴിയുന്നത്. ബെവ്കോ ഇപ്പോൾ പുതുതായിട്ട് നിർമ്മിച്ച മലബാർ പാലക്കാട് ഡിസ്റ്റിലറീസിൽ നിർമ്മിച്ച മദ്യത്തിന് ഇപ്പോൾ പേരും അതുപോലെ തന്നെ ലോഗോയും നിർദ്ദേശിക്കാനുള്ള ഒരു ഉത്തരവിറക്കിയിരിക്കുകയാണ്. ഇത്തരത്തിൽ പേരും ലോഗോയും നിർദ്ദേശിക്കുന്നവർക്ക് 10,000 രൂപ പാരിതോഷികം നൽകാനും തീരുമാനിച്ചിട്ടുണ്ട്. അതിന് ജനുവരി 7 വരെ സാവകാശവും നൽകിയിട്ടുണ്ട്. ഇത്തരത്തിൽ മദ്യം വിൽക്കുന്നത് അല്ലാതെ മദ്യം കുടിക്കുന്നതിനെയുമൊക്കെ ഒരു പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പ്രവണതയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കൂടാതെ തന്നെ പുതുവത്സരം പ്രമാണിച്ച് നാളെ 12 മണിവരെ മദ്യശാലകൾ തുറന്നിരിക്കും. വൈൻ അതുപോലെ ബിയർ വാങ്ങിക്കുന്ന കടകളൊക്കെ തുറന്നിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഇപ്പോൾ പുതുവത്സരം കഴിയുമ്പോൾ എത്ര അധികം മദ്യം മലയാളികൾ കുടിച്ചു വറ്റിച്ചു എന്ന കണക്ക് പുറത്തു വരുമ്പോൾ മിക്കവാറും അത് റെക്കോർഡുകൾ ഭേദിക്കും എന്ന് തന്നെയാണ് പറയാൻ കഴിയുന്നത്. കൂടാതെ തന്നെ പുതുതായിട്ടുള്ള ഇന്ത്യൻ നിർമ്മിതമായിട്ടുള്ള വിദേശ മദ്യത്തിന് പേരും ലോഗോയും കൂടെ നിർദ്ദേശിക്കാനും മലയാളികൾക്ക് അവസരം നൽകിയിരിക്കുകയാണ്. കൂടാതെ ഇതിന് പാരിതോഷികമായി 10,000 രൂപയും നൽകാൻ ഒരുങ്ങിയിരിക്കുകയാണ് ബെവ്കോ. ദിവ്യ, എന്തായാലും പുതുവത്സരം പ്രമാണിച്ചാണ് ബാറുകൾ 12 മണിവരെ തുറക്കുക. അതുപോലെ തന്നെ പുതിയ നിർമ്മിക്കുന്ന വിദേശ മദ്യത്തിന് പേരും ലോഗോയും നിർദ്ദേശിക്കുന്നവർക്ക് പാരിതോഷികവും നൽകുമെന്ന് അറിയിച്ചിരിക്കുകയാണ് സർക്കാർ.